നിങ്ങൾ തൃശ്ശൂരുള്ള TJM ജ്വല്ലറിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? TJMൽ ഡിസൈനർ ആഭരണങ്ങളുടെ ഒരു ഗംഭീര കളക്ഷൻ തന്നെയുണ്ട്, അതും നിർമ്മാണ വിലയിൽ. കഴിഞ്ഞ 31 വർഷമായി TJM ഹോൾസെയിൽ മാനുഫാക്ചറിംഗ് രംഗത്തുണ്ട്, അതുകൊണ്ട് ധൈര്യമായി വിശ്വസിക്കാം. TJM ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തൻപള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ. തദ്ദേശ സ്വയംഭര തെരഞ്ഞെടുപ്പ് എരുമപ്പെട്ടി പഞ്ചായത്ത് LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. LDF എരുമപ്പെട്ടി പഞ്ചായത്തിൽ ഭരണ തുടർച്ചയും വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്നും LDF പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ MS സിദ്ധൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിക്കൊണ്ട് പറഞ്ഞു. ഒന്ന് കരിയന്നൂർ നോർത്ത് ഷൈജു തൈക്കാടൻ CPI സ്ഥാനാർത്ഥി ഷൈജു തൈക്കാടൻ. രണ്ട് എരുമപ്പെട്ടി നമ്മുടെ രാജു സോമൻ CPI. മൂന്ന് പതിയാരം ജിനി ജോൺസൺ CPI. നാല് കുട്ടഞ്ചേരി KV ഷൈബു CPI. അഞ്ച് മുരിങ്ങത്തേരി ഷീജ അനന്തൻ CPI. ആറ് മങ്ങാട് വീണ രമേഷ് CPI. ഏഴ് ചാത്തംകുളം PV വിവേക് CPI. എട്ട് എടക്കാട് ഷിമ ജയൻ CPI. 9 കുട്ടിക്കൽ പ്രഭിത ബാലകൃഷ്ണൻ CPI. 12 കുണ്ടന്നൂർ ചുങ്കം K സതീഷ് കുമാർ CPI. 13 കൊടുമ്പിൽ മുരളി CPI. 14 കാഞ്ഞിരക്കോട് നീതു പ്രകാശൻ CPI. 15 കുണ്ടന്നൂർ സൗത്ത് സിജോ ചുങ്കത്ത് കേരള കോൺഗ്രസ് M. 17 കോട്ടപ്പുറം സുമന സുഗതൻ CPI. 18 എല്ലുവായ് സൗത്ത് സൗമ്യ യോഗേഷ് CPI. 19 കരിയന്നൂർ സൗത്ത് KM അഷറഫ് CPI ഉൾപ്പെടെയുള്ള വിവിധ വർഗപരിധി സംഘടനകളിലും രാഷ്ട്രീയ രംഗത്തും അനുഭവ സമ്പത്തുള്ള മങ്ങാട് CPM ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിലാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. ആരോഗ്യം, വിദ്യാഭ്യാസം, റോഡ്, കുടിവെള്ളം എന്നീ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു. പുതിയ പഞ്ചായത്ത് ഓഫീസ് കെട്ടിട സമുച്ചയം, അങ്കണവാടികൾ, ഡിസ്പെൻസറികൾ എന്നിവയുടെ നിർമ്മാണം, ഹരിതകർമ്മസേന, കുടുംബശ്രീ വഴി പുതിയ കർമ്മ പദ്ധതികൾ തുടങ്ങി ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞുവെന്നും LDF അവകാശപ്പെട്ടു. ആകെയുള്ള 19 വാർഡുകളിൽ 15 സീറ്റിൽ CPM-ഉം CPI 3-ഉം കേരള കോൺഗ്രസ് M 1 സീറ്റിലും മത്സരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. LDF പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവീനർ MS സിദ്ധൻ, CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ S ബസന്ത്ലാൽ, KM അഷറഫ്, CPM വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PC അബാൽ മണി, CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TK മനോജ് കുമാർ, കേരള കോൺഗ്രസ് M മണ്ഡലം പ്രസിഡന്റ് സിജോ ചുങ്കത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. You are watching VCV News.